കൃഷ്ണാത്മാനന്ദ സരസ്വതി സ്വാമികളാണ് നമ്മുടെ കൂടെ. സ്വാമിജി എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇവിടെ ആശ്രമത്തെ സംബന്ധിച്ച് ആശ്രമത്തിൻ്റെ എല്ലാ കാര്യപരിപാടികളിലും പൂർണ്ണമായി സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് സ്വാമിജി ആശ്രമത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ്. സ്വാഗതമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ആർക്കെങ്കിലും ഒരു പരിചയമില്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുകയാണ്. പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനാണ്. ഇതിനു മുമ്പ് തത്വരൂപാനന്ദ സരസ്വതി സ്വാമിയും പങ്കെടുത്തു. അന്ന് പറയുണ്ടായിട്ടുണ്ട് ദയാനന്ദ സരസ്വതി സ്വാമികളെക്കുറിച്ച്. സ്വാമിജി പാലക്കാട് പട്ടണത്തിനടുത്ത് തന്നെ ഓലശ്ശേരി എന്നുള്ള ഒരു സുഗ്രാമം, അവിടെ ദയാനന്ദ ആശ്രമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിത്യം നിരന്തരം വേദാന്ത പാഠനം ചെയ്യുന്നു. നേരിട്ടും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒരുപോലെ. അതിൽ പ്രത്യേകിച്ച് നേരിട്ട് ക്ലാസ് എടുക്കുന്നത് സാമാന്യമാണ്, അതിൽ വിശേഷമൊന്നും പറയാനില്ല. പക്ഷെ ഓൺലൈൻ വലിയൊരു അത്ഭുതമുള്ളൊരു വിഷയമാണ്. എങ്ങനെയാണ് അതൊക്കെ ഒപ്പിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം നമ്മുടെ കോവിഡ് സമയത്ത് ദിവസവും 4-5 ക്ലാസ്സൊക്കെയാണ്. ഭാഷ്യങ്ങൾ, ഭാഗവതം, സ്തോത്രകൃതികൾ, അങ്ങനെ വിവിധങ്ങൾ. അതിൻ്റെ വിശേഷം മുടക്കമില്ലാതെ. അതുപോലെ എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും മാർഗദർശക മണ്ഡലത്തിൻ്റെയും മറ്റ് ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ ഒരുപോലെ സഹയോഗം ചെയ്തുകൊണ്ട് സ്വാമിജി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്വാഗതമൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും നല്ലപോലെ ശ്രദ്ധാലുക്കളാവുക. സന്തോഷം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും ഈ ഡിസംബർ മാസം വെക്കേഷനിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ അവസാന ദിവസത്തെ പ്രഭാഷണ പരമ്പരയിലേക്ക് സുസ്വാഗതം.
എനിക്കിപ്പോഴേ വരാൻ കഴിഞ്ഞുള്ളൂ. ഇന്നലെ വരെ ഒരു ഭാഗവത സപ്താഹത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. വാസ്തവത്തിൽ എനിക്ക് തന്നിട്ടുള്ള 4 ശ്ലോകങ്ങൾ, അതിലൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒന്നാമത് സ്വാമിജി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ അതിനെ വെച്ച് 1 മണിക്കൂർ എനിക്ക് തന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഭഗവത്ഗീതയെ ഒന്ന് മനനം ചെയ്യാം. സ്വാമിജി തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പേ നിങ്ങൾക്ക് ചൊല്ലിത്തന്നു ആ ശ്ലോകങ്ങൾ, അല്ലേ? 37 മുതൽ 39 വരെ ചൊല്ലി, 40 കൂടി ഉണ്ട്, അത്രയേ ഉള്ളൂ. പതുക്കെ. അപ്പോൾ എന്തായാലും ഞാനും ഒന്നുകൂടെ ചൊല്ലാം, നിങ്ങളും ഒപ്പം ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം ഷഷ്ടോധ്യായഃ ധ്യാനയോഗഃ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാച്ഛലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. കച്ഛിന്നോ ഭയവിഭ്രഷ്ടഃ ഛിന്നാഭ്രമിവ നശ്യതി. അപ്രദിഷ്ടോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി. ഏതന്മേ സംശയം കൃഷ്ണ ഛേതുമർഹസ്യ ശേഷതഃ. ത്വദന്യഃ സംശയസ്യാസ്യ ചേതാനഹ്യുപപദ്യതേ. കഴിഞ്ഞിട്ട് ഉത്തരം പിന്നെ പറയാം. ശ്രീമദ് ഭഗവത്ഗീത അതൊരു മോക്ഷശാസ്ത്രമാണ്, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയാണ്, അല്ലേ? അതിൻ്റെ അവതരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ക്രമത്തിലാണ്. 2-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയെ തന്നെ സംഗ്രഹിച്ച് പറഞ്ഞു, ഉപക്രമം എന്നുള്ള രീതിയിൽ. ആ ഉപക്രമത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ വിസ്തരിക്കുന്നത് 3-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയാണ്. 18-ാം അധ്യായം വീണ്ടും ഒരു സമ്മറൈസിംഗ് ആണ്, ഒരു ഉപസംഹാരം എന്ന് പറയും. അപ്പോൾ 2-ാം അധ്യായത്തിനും 18-ാം അധ്യായത്തിനും ഒരു സമാന സ്വഭാവമാണ് ഉള്ളത്, അല്ലേ? രണ്ടും വലിയ അധ്യായങ്ങളാണ്. അതുമാത്രമല്ല, രണ്ടിലും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഉപക്രമത്തിൽ പറഞ്ഞതിനെ പലതരത്തിലുള്ള അഭ്യാസങ്ങളിലൂടെ, ഹേതുക്കളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ ഒക്കെ ആയിട്ട് വിവരിച്ചിരിക്കുന്നു. അതിനെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ് 18-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. ഈ യുദ്ധരംഗത്ത് ഇതിനൊക്കെ എങ്ങനെയാ അല്ലേ ഭഗവാന് സാധിച്ചത് എന്നുള്ളത് നമുക്ക് അതിശയമാണ്. എന്തായാലും വ്യാസഭഗവാൻ അങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ ഗീതയെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. സഞ്ജയന്റെ മുഖത്ത് നിന്ന് ധൃതരാഷ്ട്രക്കുള്ള ഉപദേശ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പം അതിൽ 2-ാം അധ്യായത്തിൽ തന്നെ ആദ്യം അർജുനന്റെ സ്വധർമ്മം ചെയ്യാനായിക്കൊണ്ട് ഉപദേശിച്ചു. ആ സ്വധർമ്മത്തെ എങ്ങനെയാവണം എന്നുള്ളത് അവിടെ തന്നെ സൂചിപ്പിച്ചു. ആ സ്വധർമ്മത്തെ യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ മുതലായ ആ ഉപദേശങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തു. മുമ്പ് പറഞ്ഞതെല്ലാം നിനക്ക് ഞാൻ യോഗമാണ് പറഞ്ഞത്, ഇനി ഞാൻ ബുദ്ധിയോഗത്തെ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് ജ്ഞാനയോഗത്തെയും അവിടെ ചുരുക്കി പറഞ്ഞു. പക്ഷെ അതെല്ലാം പറഞ്ഞിട്ടും ഭഗവാൻ അർജുനനോട് ഊന്നി പറഞ്ഞത് കർമ്മണ്യേവ അധികാരസ്ഥേ
മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാ തേ സംഗോസ്ത്വകർമ്മണി എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തേ അധികാരഃ കർമ്മണിയേവ, നിന്റെ അധികാരം കർമ്മത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ അറിയും പോലെ അർജുനനെ ആർക്കും അറിയില്ല. അത്രയും അവർ തമ്മിലുള്ള സൗഹൃദവും, പിന്നെ ഭഗവാൻ സർവാന്തര്യാമി, സർവജ്ഞൻ, എല്ലാം കൊണ്ടും എല്ലാവരുടെ ഉള്ളും അറിയുന്നവനാണ്. അർജുനനെ വിശേഷമായിട്ട് കൂടെ നടന്ന അർജുനന്റെ സ്വഭാവം നല്ലോണം അറിയുന്നവനാണ്. അർജുനന്റെ സ്വഭാവം എന്താണ്? ക്ഷത്രിയ സ്വഭാവമാണ്, രജോഗുണ സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ അതുവരയ്ക്കുള്ള പ്രവൃത്തികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണ ആ രജോഗുണത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ മഹാഭാരത യുദ്ധത്തിലേക്ക് പാണ്ഡവ സൈന്യത്തെ സമാഹരിച്ചു കൊണ്ടുവന്ന ആള്. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നത് അർജുനനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അർജുനനെ വിശ്വസിച്ചിട്ടാണ് പലരും വന്നിട്ടുള്ളത്. അർജുനൻ ഇവരുടെ പാണ്ഡവന്മാരുടെ ബന്ധുക്കളായിട്ടുള്ള പാഞ്ചാല രാജ്യത്തുനിന്ന് സൈന്യം വന്നിട്ടുണ്ട്, വിരാട രാജ്യത്തുനിന്ന് സൈന്യം വന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഓരോരുത്തരുടെയും ബന്ധങ്ങളിലുള്ള മാതൃദേശത്തുനിന്നും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ബന്ധങ്ങളിലുള്ള സൈന്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇവർക്ക് 7 അക്ഷൗഹിണിയെങ്കിലും തികയ്ക്കാൻ പറ്റിയത്. ദുര്യോധനൻ നേരത്തെ തന്നെ എല്ലാവരെയും പാട്ടിലാക്കി, എല്ലാവരെയും ബ്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ തൻ്റെ പക്ഷത്താക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 അക്ഷൗഹിണി സൈന്യം ഉണ്ടായിരുന്നു. പാണ്ഡവന്മാർക്ക് ഇത്രയൊന്നും സമാഹരിക്കാൻ പറ്റില്ല എന്നാണ് ദുര്യോധനൻ വിചാരിച്ചത്. പക്ഷേ 7 അക്ഷൗഹിണിയെ സമാഹരിച്ചു. അതിൻ്റെ കേന്ദ്ര ബിന്ദു ആരാണ്? അർജുനനാണ്. അർജുനന്റെ ശക്തിയിൽ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാം ഭീഷ്മദ്രോണാദികളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ പെരുവഴിയിലാക്കിയിട്ടാണ് അർജുനൻ ചാടിപ്പോവാൻ നോക്കിയത്, അല്ലേ? ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭൈക്ഷ്യം ശ്രേയ, ഭിക്ഷാടനം ചെയ്യലാണ് ശ്രേയസ്കരം എന്ന് കരുതുന്നു എന്ന് പറഞ്ഞ് ചാടിപ്പോവാൻ നോക്കിയ ആളാണ് ഭഗവാൻ കഴുത്തിന് പിടിച്ചു നിർത്തിയത്. കാരണം ഉത്തരവാദിയാണ്, മുഖ്യ ഉത്തരവാദിയാണ്. മാത്രമല്ല പാണ്ഡവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ കൂടിയാണ്. ദൃഷ്ടദ്യുമ്നൻ കമാൻഡർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുകളിലാണ് ഭീമനും അർജുനനും ഒക്കെ സ്ഥാനം. അവർ ഫ്രീ ആണ്, മറ്റത് ടീം ലീഡേഴ്സാണ്. ദൃഷ്ടദ്യുമ്നന് വലിയൊരു ഭാരമുണ്ട്, ബന്ധിക്കപ്പെട്ടവനാണ്, ടീമിനെ മുഴുവൻ നയിക്കേണ്ടവനാണ്. പക്ഷേ ഇവർ സ്വതന്ത്രരാണ്. ഇവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എന്തിനാച്ചാൽ എവിടെ വേണമെങ്കിൽ എത്താനും എന്ത് വേണമെങ്കിൽ ചെയ്യാനും, പിന്നെ അവരുടെ ആജ്ഞയാണ് ദൃഷ്ടദ്യുമ്നൻ അനുസരിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള വലിയ പവറുള്ള ആളാണ് അർജുനൻ. ആ അർജുനനാണ് ഇവരെ പെരുവഴിയിലാക്കിയിട്ട് പോകാൻ പോയത്. അപ്പോൾ ആ പിടിച്ചു നിർത്തിയല്ലേ പറ്റുള്ളൂ. കാരണം അർജുനൻ പോയി കഴിഞ്ഞാൽ പാണ്ഡവ സൈന്യം മുഴുവൻ എന്തായാലും യുദ്ധം ചെയ്യും, ഭീമൻ വിടുവൊന്നുമില്ല. ഭീമന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കും. പക്ഷേ അർജുനനുള്ള പോലെ ആവില്ല പാണ്ഡവ സൈന്യത്തിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും ഈ 7 അക്ഷൗഹിണിയും വെറുതെ നശിച്ചു പോകും. അതിൻ്റെ ഉത്തരവാദി അർജുനനാവും. അത് അർജുനന് ജീവിതം മുഴുവൻ ശാന്തി കൊടുക്കാൻ പോകുന്നില്ല. താൻ കാരണം ഇത്രയും പേരെ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളതും, പിന്നെ തനിക്ക് ഉണ്ടാവാൻ പോകുന്ന അപമാനങ്ങളും, വഴി കാണുന്നവരൊക്കെ തന്നെ നോക്കി ഭീരു എന്ന് പറഞ്ഞ് നിന്ദിക്കുന്നതും, അതൊന്നും ഒരിക്കലും അർജുനന് സഹിക്കാൻ പോകുന്നില്ല. അപ്പം അർജുനൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ള രജോഗുണം നിറഞ്ഞിരിക്കുകയാണ്. ഈ രജോഗുണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കൺഫ്യൂഷൻ ഉണ്ടായതും. ഈ രജസ് തമസിലേക്ക് നയിക്കും. അന്തരീക്ഷത്തിൽ രജസ് ഉണ്ടായാൽ ഇരുട്ടാവും. കണ്ടിട്ടില്ലേ? അന്തരീക്ഷത്തിൽ രജസ് എന്ന് പറഞ്ഞാൽ ധൂളികൾ, പൊടി, മണ്ണ്. കാറ്റത്ത് പൊടി പൊങ്ങിയാൽ, ധാരാളം മണ്ണ് പൊങ്ങിയാൽ എന്താവും? കണ്ണ് കാണില്ല, ആകെ ഇരുട്ടാവും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലും. രജോഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് തമോ ഗുണത്തിലേക്ക് പോകും. അങ്ങനെ ഒരു തമോ ഗുണത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിഷാദം ഉണ്ടാവുന്നത്. ഡിപ്രഷനാണ്. ഡിപ്രഷൻ തമോ ഗുണത്തിൻ്റെ ഭാവമാണ്. ആ തമോ ഗുണമാണ് അദ്ദേഹം വലിയ ന്യായീകരിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്തത്. വലിയ ധർമ്മനിഷ്ഠനെ പോലെ, ഉദാര മനസ്കനെ പോലെയൊക്കെ സ്വയം അഭിനയിച്ചതാണ്. ഭഗവാന്റെ അടുത്തുണ്ടോ അതൊക്കെ നടക്കുന്നു?
ഭഗവാൻ നല്ല കണക്കിൽ കൊടുത്തു. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. നല്ല നല്ല കണക്കിന് അർജുനന്റെ പൗരുഷത്തെ ഉണർത്തുകയാണ് ചെയ്തത്. കാരണം അർജുനൻ നല്ല പുരുഷോത്തമനാണ്, നരശ്രേഷ്ഠനാണ്. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം മറ്റേ സ്ത്രീ വേഷത്തിൽ പോലും അടങ്ങിയിരിക്കാത്ത ആളാണ്. വിരാട രാജാവിൻ്റെ അവിടെ ബൃഹന്നള എന്ന പേരിൽ നൃത്താധ്യാപികയായി ഉത്തര രാജകുമാരിയെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങേർക്ക് വല്ല കാര്യമുണ്ടോ? ഈ കൗരവന്മാർ വന്നിട്ട് വിരാട രാജാവിൻ്റെ പശുക്കളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാൽ പോരെ. ഭീമസേനന് പോലും തോന്നിയിട്ടില്ല. അപ്പോൾ ആ വിരാട രാജകുമാരൻ, ഉത്തര രാജകുമാരൻ, ഞാൻ പൊക്കോളാം, എനിക്ക് നല്ലൊരു സാരഥിയെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വീരവാദം മുഴക്കിയിട്ട് രഥത്തിൽ കയറിയപ്പോൾ ഞാൻ നല്ല സാരഥിയാണെന്ന് പറഞ്ഞ് ബൃഹന്നള ചാടി വീണ് സാരഥ്യം ഏറ്റെടുത്ത് ഈ പശുക്കളെ വീണ്ടെടുക്കാൻ പോയത്. അവിടെ പോയപ്പോഴോ ഈ സൈന്യത്തെ ഭീഷ്മദ്രോണാദികളെയൊക്കെ കണ്ട് പേടിച്ച് ഉത്തര രാജകുമാരൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടാൻ നിൽക്കുക. അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് രഥത്തിൽ സാരഥ്യ സ്ഥാനത്ത് കെട്ടിയിട്ടു അർജുനൻ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, നീ രഥത്തെ നയിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതാ. അപ്പം അങ്ങനെ സ്ത്രീ വേഷത്തിൽ പോലും തൻ്റെ പൗരുഷത്തെ അടക്കാൻ കഴിയാത്ത ഒരാളാണ് അർജുനൻ. ആ അർജുനൻ്റെ പൗരുഷത്തെയാണ് ഭഗവാൻ സ്ക്രൂ ചെയ്തത്. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ എന്ന് പറഞ്ഞ് നപുംസകത്തെ പോലെ പെരുമാറാതെ എന്ന് പറഞ്ഞത്. രസിക്കുവോ? ഏതെങ്കിലും പുരുഷന്മാർക്ക് അവരെ നപുംസകമെന്ന് വിളിച്ചാൽ രസിക്കുവോ? അപ്പം നല്ലൊരു കുത്തു കൊടുത്തു. അപ്പോഴാണ് വീണ്ടും കരച്ചിൽ തുടങ്ങിയത്. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ എന്നൊക്കെയുള്ള ആ വാചാലനായി തീർന്നത്. അപ്പോഴും ഭഗവാൻ അതിനൊന്നും വേണ്ട പോലെ അതിനെല്ലാം മറുപടി കൊടുത്തത് അർജുനൻ്റെ സൂക്കട് എന്താന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് കൊടുത്തത്. അപ്പോൾ ആദ്യം എന്താ പറയുക, ലോകത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവൻ്റെ തത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. ആത്മതത്വം പറഞ്ഞു കൊടുത്തിട്ടാണ് സാഖ്യയോഗം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അതിലേക്ക് വേണ്ടി നീ ഇപ്പം ചെയ്യേണ്ടത് ഈ ധർമ്മയുദ്ധമാണ്, നിന്റെ സ്വധർമ്മമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ വരുന്നില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വൃത്തി രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് മറ്റ് അധ്യായങ്ങൾ. കർമ്മയോഗം, അത് കഴിഞ്ഞ് ജ്ഞാനകർമ്മ സന്യാസയോഗം, കർമ്മസന്യാസയോഗം. അപ്പോൾ നമ്മൾക്കുമൊക്കെ ബാധകമാണത്. അത് അർജുനന് മാത്രമല്ല, അർജുനൻ നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ഭഗവാൻ വാസുദേവ ആഹാ എന്ന് ആദിശങ്കര ഭഗവത്പാദര് ഉപക്രമത്തിൽ പറഞ്ഞു. നമ്മൾക്കും കൂടി ഉള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആരാണ്, നമ്മുടെ ഇപ്പോഴത്തെ വാസനകൾ എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾക്ക് ഏത് പാകത എത്തിയിട്ടുണ്ട് അല്ലേ? സന്യസിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ പേടിയുണ്ട് അല്ലേ? ചിലർ പേടിച്ചിട്ട് സന്യസിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അർജുനനെ പോലെ എസ്കേപ്പിസത്തിൽ സന്യസിക്കാനുള്ളതല്ല. എപ്പോഴാണ് സന്യസിക്കേണ്ടത്? പാകത വന്ന ശേഷം. അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെയല്ല പാകത വരിക. ചിലർക്ക് ജന്മനാ തന്നെ സനകാദികളെപ്പോലെ, ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ, ശങ്കരാചാര്യരെ പോലെ, അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ പോലെ ജന്മനാ ജ്ഞാനവൈരാഗ്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കുള്ളതാണ് നേരിട്ടുള്ള സന്യാസം, ഡയറക്റ്റ് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് സന്യാസം. അല്ലാത്തവർ ക്രമത്തിൽ പോകണം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പം അത് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ്. അവരവരുടെ വാസനകൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് എഴുതി വെക്കുക ദിവസവും. എന്നിട്ട് അതിനനുസരിച്ച് വേണം അതൊക്കെ നമ്മൾ ഒന്നുകിൽ പൂർത്തീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നുണ്ടോ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ പല ആഗ്രഹങ്ങളും വിട്ടിത്തരണമെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹങ്ങളെ കളയും. ചിലത് നമ്മൾ പ്രയത്നം ചെയ്ത് സാധിക്കും. അങ്ങനെ ഈ
ആഗ്രഹങ്ങളൊക്കെ ശമിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു ചിത്തശുദ്ധി ഉണ്ടാവുക. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ എന്താ പറയുക, ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളിൽ കാമ്യകർമ്മങ്ങൾ എന്നുള്ളൊരു വിഭാഗം കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കാം, അതിന് ഇന്ന കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാമ്യകർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. വേദത്തിൽ നല്ലൊരു ഭാഗം മന്ത്രങ്ങളും ഇങ്ങനെയുള്ള കർമ്മകാണ്ഡങ്ങളാണ്. 90% മന്ത്രങ്ങളും കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ കാമ്യകർമ്മങ്ങളിലൂടെ കുറേ കാലം പൂർത്തീകരിക്കുന്നു. അത് കഴിയുമ്പോൾ വിവരം വയ്ക്കണം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് ഉപനിഷത്തിൽ പറയുന്നു. ഭഗവാൻ തന്നെ ഗീതയിലും 4-ാം അധ്യായത്തിൽ പറഞ്ഞു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. അപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് ഒരു വിമർശന ബുദ്ധിയ നമ്മൾ തന്നെ കണക്കെടുപ്പ് നടത്തണം അപ്പപ്പോൾ. എന്നിട്ട് ഞാൻ ചെയ്ത കർമ്മങ്ങൾ എനിക്ക് ഉദ്ദേശിച്ച ഫലം നൽകുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ എല്ലാം ഫെയിലിയർ ആണെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ മണലിൽ വെള്ളമൊഴിക്കുന്ന പോലെയാണെന്നൊക്കെയുള്ള ആ ഒരു ബോധ്യം വരും. അപ്പം ഇങ്ങനെ ബോധ്യം വന്നാലോ, ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു എന്നുള്ള അറിവ് ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ. ആ ഒരു വിവേകിയായിട്ടുള്ള ഒരാൾ തൻ്റെ കർമ്മങ്ങളെ കൊണ്ട് താൻ നേടിയ ലോകങ്ങളെ പരീക്ഷ്യ നല്ലതുപോലെ വിമർശന ബുദ്ധിയ വിചാരം ചെയ്തിട്ട് എന്ത് ചെയ്യണം? പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദം ആയാത് നാസ്തി അകൃതഃ കൃതേന. അകൃതമായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപം, അത് കൃതേന നാസ്തി. കൃതമെന്നാൽ കർമ്മണ. അപ്പൊ കർമ്മം കൊണ്ട് സാധിക്കുന്നതല്ല അനന്തമായ ആനന്ദം. അത് അവനവൻ്റെ സ്വരൂപമാണ്. അത് ഉറച്ചു കിട്ടിയിട്ടില്ല, അത് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ അറിയണം. എന്ത് ചെയ്താലാണ് എനിക്ക് അനന്തമായ ആനന്ദം കിട്ടുക? ഞാൻ അന്വേഷിക്കുന്നത് അതാണ്. ഞാൻ അന്വേഷിക്കുന്നത് അനന്തമായ ആനന്ദത്തെയാണ്, അല്ലാതെ പരിമിതമായ അല്പമായിട്ടുള്ള സുഖങ്ങളെ അല്ല. അതിൽ മടുത്തു എനിക്ക്. അതാണ് നിർവേദം എന്ന് പറയുന്നത്. നിർവേദം എന്ന് പറഞ്ഞാൽ വൈരാഗ്യത്തിൻ്റെ പര്യായ ശബ്ദമാണ്. വാസ്തവത്തിൽ അതിന് വലിയൊരു അർത്ഥം നിർഗതമാകുന്ന അവസ്ഥ. എന്തുപോലും വേദം പോലും. ഇപ്പൊ വേദാത് നിർഗതം ഇതി നിർവേദം. വൈദികങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് പോലും നിർഗമിക്കുവാനുള്ള ഒരു പ്രേരണ ഉള്ളിലുണ്ടാവും. കുറേ കാലമായല്ലോ ഈ യജ്ഞങ്ങളും യാഗങ്ങളും അഗ്നിഹോത്രാദികളും നൈമിത്തിക കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കണു. വേദം പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. പക്ഷെ ഇതിലൊരു കുറേ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. എത്ര കാലമാണ് ഇത് തുടരുന്നത്? അത് ജീവിതാന്ത്യം വരെ തുടരേണ്ടതാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കും. അപ്പൊ നമുക്ക് ബോധ്യം വരും ഇത് അങ്ങനെ സാധ്യമല്ല. വേറെ ചിലരുണ്ട് കർമ്മകാണ്ഡത്തിന് പ്രധാനമായി വാദിക്കുന്ന ആളുകൾ. യാവജ്ജീവേത് അഗ്നിഹോത്രം ജുഹുയാത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് വരെ ഈ അഗ്നിഹോത്രാദികളൊക്കെ ഹോമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നൊരു വാദികളുണ്ട്, കർമ്മകാണ്ഡികൾ. അവരുടെ ജീവിതം പുകയിൽ പോകാനുള്ളതാ. അതാണ് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞ യാമി മാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യതസ്തീതി വാദിനഃ കാമാത്മാനസ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാദൗ ന വിധീയത്തെ. അവർക്ക് ബുദ്ധി ഉറയ്ക്കാൻ പോണില്ല. അവരുടെ ബുദ്ധി എപ്പോഴും ഈ വിഷയങ്ങളിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കും. സുഖഭോഗങ്ങളുടെ പുറകെ തന്നെ മരണം വരെയും അവരതിൽ തന്നെ മുഴുകിക്കഴിയും. അപ്പോൾ വിവേകികൾക്കേ വിരക്തി ഉണ്ടാവുള്ളൂ. വിവേകം ചെയ്യുന്നവർക്ക്, വിചാരം ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നതാണ് ഈ
വൈരാഗ്യം, ആ വൈരാഗ്യത്തിൻ്റെ ഒരു ഭാവമാണ് നിർവേദം. വൈദിക കർമ്മങ്ങളിൽ നിന്ന് പോലും നിർഗമിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ നിർഗമിക്കുമ്പോഴാണ് നമ്മുടെ അവസാനത്തെ വൈദിക കർമ്മം ചെയ്ത് നമ്മൾ ചാടുന്നത്, അല്ലേ? സന്യസിക്കുമ്പോൾ വിരജാഹോമം എന്നുള്ളതായിട്ടുള്ള ഹോമം ചെയ്ത് ഇനിയൊരു ഹോമം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടുന്നതാണ് സന്യാസം. അപ്പം അത് തനിക്ക് ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് ഗുരുകുലത്തിൽ ചെന്ന് ഗുരുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സമിത്പാണിയായിട്ട് ഗുരുവിനെ, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ സമീപിക്കണം എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. അപ്പോൾ സമിത്ത് എന്നുള്ളത് കർമ്മത്തിൻ്റെ പ്രതീകമാണ്, ദിവസേന ചെയ്യുന്ന അഗ്നിയാദാനത്തിൻ്റെ പ്രതീകമാണ്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിത് എന്താ ചെയ്യേണ്ടത്, ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കണോ അതോ ഇത് അവസാനത്തെ ഹോമം ചെയ്യണോ? അപ്പോൾ ഗുരു പാകമായിട്ടുണ്ടെങ്കിൽ പറയും, നിനക്ക് ഹോമിക്കാം, അവസാനത്തെ ഹോമം വിരജാഹോമം ചെയ്ത് നിനക്ക് സന്യസിക്കാം. അല്ല പാകമായിട്ടില്ലെങ്കിലോ ഗുരു പറയും, കുറച്ചുകൂടി ഗുരുകുലത്തിൽ വസിക്കൂ, കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്യൂ, നല്ലോണം പാകത വന്ന ശേഷം, മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതായ ശേഷം സന്യസിക്കാമെന്ന് നല്ല പക്വതയുള്ള ഗുരുക്കന്മാർ അങ്ങനെ പറയുള്ളൂ. അല്ലാതെ വരുന്നവരെ ഓടി വരൂ നിങ്ങളെയൊക്കെ ഞാൻ സന്യാസികളാക്കാം, എന്നിട്ട് എനിക്ക് മഹാമണ്ഡലേശ്വരാവാം. എത്ര ആളുകളെ സന്യസിപ്പിക്കുന്നു, എത്ര ശിഷ്യന്മാർ കൂടുതലുണ്ടാവുമോ അത്രയും തനിക്ക് സമൂഹത്തിലെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ശ്രമിക്കുക. അങ്ങനെ പാടില്ല. അപ്പോൾ പാകത ഉണ്ടാവണം. പാകത വന്നവർക്കുള്ളതാണ് സന്യാസം. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നവരെയൊക്കെ പരിശോധിക്കണം, അവരെ പരീക്ഷിക്കണം. കുറച്ചു കാലം ഗുരുവിൻ്റെ കൂടെ താമസിച്ച് കഴിയുമ്പോഴേ, സേവനങ്ങളൊക്കെ അനുഷ്ഠിച്ച് കഴിയുമ്പോഴേ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കുറെയെങ്കിലും അല്ലേ ഗുരുക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ടേ സന്യാസം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഈ മാർഗം. അപ്പോൾ വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളതായിട്ടുള്ള മാർഗം. അപ്പോൾ ഇതെല്ലാം ക്രമത്തിൽ കർമ്മയോഗവും ജ്ഞാനകർമ്മ സന്യാസവും കർമ്മസന്യാസവും ഭഗവാൻ നല്ല രീതിയിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ആ കർമ്മസന്യാസം ചെയ്ത് എന്താ ചെയ്യേണ്ടത്? മനസ്സിനെ ഏകാഗ്രമാക്കണം. ആ ഏകാഗ്രമാക്കാനാണ് ധ്യാനയോഗം ഉപദേശിച്ചത്. ആ ധ്യാനയോഗമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ധ്യാന പദ്ധതി കഴിഞ്ഞിരിക്കണു. ഇനി അതിനെക്കുറിച്ചിട്ടുള്ള അവസാനത്തെ സംശയങ്ങൾ തീർക്കലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാമിജി എങ്ങനെയാണോ ക്ലാസ്സുകൾ കഴിഞ്ഞ് അവസാനം ചോദ്യോത്തരങ്ങൾക്ക് അവസരം തരുന്നത്, അതുപോലെ ഇവിടെ ഭഗവാൻ അർജുനന് ഒരു ടൈം കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സംശയ അവതരണമാണ് അർജുനൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരു സംശയം ചോദിച്ചു, അല്ലേ? എന്താണ് ചോദിച്ചത്? മനസ്സ് ചഞ്ചലമാണ്, അത് ഇളകിക്കൊണ്ടിരിക്കുന്നു, പ്രമാദിയാണ്, ബലവദൃഢമാണ്, അതിൻ്റെ നിഗ്രഹം ഞാൻ വായുവിനേക്കാൾ അല്ലെങ്കിൽ വായുവിനെ പോലെ ദുഷ്കരമാണെന്ന് കരുതുന്നു. എങ്ങനെ ഈ ചഞ്ചലമായ മനസ്സിനെ അടക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ വ്യക്തമായിട്ട് ഉത്തരം കൊടുത്തു. ശരിയാണ്, നീ പറയുന്നത് മനസ്സിനെ അടക്കാൻ പ്രയാസമാണ്. എങ്കിലും അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് ഏത് മനസ്സിനെയും അടക്കാം. അതിന് വേണ്ടത് വൈരാഗ്യം ഉണ്ടാവണം. ആ വൈരാഗ്യത്തെ അഭ്യാസം കൊണ്ട് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കണം. അതാണ് പറഞ്ഞു നിർത്തിയത്. അതല്ലാതെ മനസ്സിനെ അടക്കാത്ത, ഇന്ദ്രിയങ്ങളെ അടക്കാത്ത ഒരാൾക്ക് യോഗ ദുഷ്പ്രാപ ഇതിമേ മതി ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. യോഗ, ആധ്യാത്മിക യോഗം അഥവാ ആത്മതത്വവുമായിട്ടുള്ള ഐക്യം, ആത്മജ്ഞാനം ഉറയ്ക്കുന്നത്, ആത്മനിഷ്ഠ എന്ന് പറയുന്ന അവസ്ഥ, അത് ദുഷ്പ്രാപ, ദുഃഖേന പ്രാപ്തും ശക്യ, വളരെ ക്ലേശമാണ്, കഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ വശ്യാത്മനാ തൂ എന്നുള്ളത് എന്നാലാകട്ടെ. ആർക്ക്? വശ്യാത്മന. ആരാണോ ആത്മാ അന്ധക്കരണത്തെ, ഇന്ദ്രിയങ്ങളെയൊക്കെ വശീകരിച്ചിരിക്കുന്നത്, യതതാ യത്നം കുറുവത, പ്രയത്നം ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്ക് ശക്യോ അവാപ്തും ഉപായതഃ, ഉപായം കൊണ്ട് അവാപ്തും ശക്യ, പ്രാപിക്കാൻ കഴിയും. സംശയം വേണ്ട എന്ന് കോൺഫിഡൻസും കൊടുത്തു. നിരാശപ്പെടുത്തുകയല്ല ചെയ്തത്, അല്ലേ?
ആദ്യം അർജുനനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി അർജുനന്റെ വാദത്തെ ആദ്യം അംഗീകരിച്ചുകൊണ്ട് ശരിയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിൽക്കുകയല്ല ചെയ്ത ഭഗവാൻ. അർജുന, ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല കേട്ടോ. ശേഷം പറഞ്ഞതും കൂടി ഒന്ന് മനസ്സിരുത്തണം. എന്താ പറഞ്ഞത്? വശ്യാത്മനാതു യതത ശക്യോ അവാപ്തും ഉപായതഃ. അപ്പോൾ തീർച്ചയായിട്ടും പ്രയത്നം ചെയ്യുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും യോഗം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു സംശയം അവതരിപ്പിക്കുകയാണ് അർജുനൻ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചലിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, അയതിഹി, ഇവിടെ ആചാര്യ ഭഗവത്പാദർ അപ്രയത്നവാൻ യോഗമാർഗേ, ഈ യോഗമാർഗത്തിൽ പ്രയത്നം ചെയ്യാത്തവരെയാണ് അയതി എന്നുണ്ട്. അപ്പോൾ പ്രയത്നം ചെയ്യാൻ അയാളുടെ വാസനകൾ സമ്മതിക്കുന്നില്ല. മറ്റ് വിഷയചിന്തകളും മറ്റുമൊക്കെ ആയിട്ട് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നു ശ്രദ്ധയാ ഉപേതഃ എന്ന്. അപ്പോൾ ആസ്തിക്യ ബുദ്ധിയാ ഉപേതൻ, ആസ്തിക്യ ബുദ്ധിയോടുകൂടി ചേർന്നവൻ. ആസ്തിക്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഗുരുക്കന്മാരൊക്കെ പറയുന്നത് സത്യമാണ്, വിശ്വാസമുണ്ട്, എല്ലാറ്റിലും ശ്രദ്ധയൊക്കെ ഉണ്ട്. പക്ഷെ പ്രയത്നം ചെയ്യാൻ അയാൾക്ക് മടിയുണ്ട്, അല്ലേ? നമ്മളെപ്പോലെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയാണ്. ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾക്ക് കേട്ട് അതിൽ വിശ്വാസമൊക്കെ ഉണ്ട്, നല്ല ഉറപ്പുണ്ട്. ഭഗവാനും വ്യാസനും പറഞ്ഞതൊന്നും ഒരിക്കലും തെറ്റല്ല, അത് സത്യം തന്നെയാണ്. അതാണ് പക്ഷേയാണ് അവിടെ. പക്ഷേ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എനിക്ക് ഇത്തിരി പ്രയാസമാണ്, എന്നെ കൊണ്ടാവില്ല എന്നുള്ളതായിട്ടുള്ള ഒരു അലസത, ഒരു മടി, നമ്മുടെ പഴയ വാസനകൾ വീണ്ടും ചിലപ്പോൾ നമ്മളെ ആ വിഷയസുഖങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പക്ഷേ ആള് പ്രയത്നം ചെയ്യാനിട്ട് അല്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് വന്നിട്ടുമുണ്ട്, അധ്യാത്മ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്, കുറേയൊക്കെ പ്രയത്നം തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കാണ് ചിലപ്പോൾ ഒരു വിരക്തി വരും. ഏതിനോട്? ചെയ്യുന്ന സാധനകളോട്. അല്ലാതെ ലോകത്തോട് വിരക്തിയല്ല. ലോകത്തോട് വിരക്തി വന്നിട്ടാണ് സാധനകൾ ചെയ്യാൻ വന്ന് കുറേ വേഗത്തിൽ ആരംഭശൂരത്വം കൊണ്ട് ആൾ വളരെ മുന്നേറുകയൊക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ്, ഒരു വിരക്തിയൊക്കെ വരും. അങ്ങനെ വന്ന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, വേറെ വിഷയങ്ങളിലൊക്കെ ആവും ചിന്ത. നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് ഇതിനൊക്കെ, അല്ലേ? ഒരു അതെ, വിശ്വാമിത്രനെ മേനക വന്ന് മയക്കിയതുപോലെ നമ്മുടെ ഭാഗവതത്തിൽ സൗഭരി എന്ന് പറഞ്ഞൊരു ഋഷിയുണ്ട്. മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടിട്ട് ഭ്രമിച്ച് അതുപോലെ തനിക്കും ദാമ്പത്യം വേണം. അയാൾ എല്ലാം ഉപേക്ഷിച്ച്, ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വർഷങ്ങളോളം കാളിന്തി നദിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യാൻ വന്ന ആളാ. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കുറേ കാലം തപസ് ചെയ്തു. അയാളുടെ ശരീരം മുഴുവൻ മത്സ്യങ്ങളെ പോലെ ശൽക്കങ്ങളായി തീർന്നു. മത്സ്യങ്ങളുടെ ശരീരം പോലെ അയാളുടെ ശരീരം വൃത്തികേട് പോലെ തോന്നും ശൽക്കങ്ങളെ കൊണ്ട്. അങ്ങനെ ആയിട്ടുള്ള അയാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടപ്പോൾ, അവരുടെ കുടുംബ ഇതൊക്കെ കണ്ടപ്പോൾ, അമ്മയും മക്കളും എല്ലാം കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി. വീണ്ടും എന്താ പറയുക, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായി. അന്നത്തെ രാജാവ് നമ്മുടെ സൂര്യവംശത്തിലെ മാന്ധാതാവ് എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. ആ രാജാവിന് 50 പെൺമക്കളുണ്ട്. ആ രാജാവിനോട് വന്ന് ചോദിക്കുക, രാജാവേ, എനിക്ക് ഒരു മകളെ തരുമോ? അങ്ങേക്ക് 50 പെൺമക്കളുണ്ടല്ലോ എന്ന്. അപ്പോൾ രാജാവിന് ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് തൻ്റെ മക്കളെ ഈ ഒരു കഷ്ടത്തിലേക്ക് അയക്കണോ? അവർക്ക് ഇഷ്ടാവില്ലല്ലോ ഇങ്ങനെ ഒരു വിരൂപനായിട്ടുള്ള ഒരാളെ. അപ്പം അദ്ദേഹം ധർമ്മനിഷ്ഠനാണ്, നല്ലൊരു മഹാത്മാവാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് അന്തഃപുരത്തിലേക്ക് ചെന്നോളൂ, എൻ്റെ 50 മക്കളുണ്ട് അവിടെ, ആരെങ്കിലും അങ്ങയെ സ്വീകരിക്കണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു? അകത്തേക്ക് കടന്നതും തൻ്റെ തപസ്സിദ്ധി കൊണ്ട് ഈ ശരീരത്തെ
കാമദേവനെ പോലെ സുന്ദരനാക്കി. തപസ് മുഴുവൻ അതിന് വിനിയോഗിച്ചു. എല്ലാ തപസ്സും അതിലേക്ക് വിനിയോഗിച്ച് ആള് സുന്ദരനായിട്ടാണ് അകത്ത് ചെന്നത്. അകത്ത് ചെന്ന് ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞെൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. 50 പേരും തമ്മിൽ മത്സരമായി. ഞാനാണ് യഥാർത്ഥത്തിൽ അർഹത, എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് 50 പേരും കൂടി ഇദ്ദേഹത്തെ ഇടിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞു 50 പേരും പോന്നോളൂ എന്ന്. അങ്ങനെ 50 പേരെയും കൂട്ടിയിട്ട് അദ്ദേഹം രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. രാജാവിനോട് പറഞ്ഞു, ഇവർ 50 പേര് എൻ്റെ കൂടെ വരികയാണെന്ന്. രാജാവ് സത്യസന്ധനാണ്, പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചു, കൊണ്ടുപോയിക്കോളൂ എന്ന്. അവരുടെ വിധി അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെയും വിധി അങ്ങനെയാണ്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഗൃഹസ്ഥനായി കുറേ കാലം കഴിഞ്ഞു. ഓരോ ഭാര്യമാരിലും 100 മക്കൾ. അപ്പം എത്രയായി? 5000 മക്കൾ. എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളാണ്, മഹാസംസാരിയായി മാറി. എന്നിട്ട് അദ്ദേഹം കുറേ കാലം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്, അയ്യോ എനിക്ക് എത്ര വലിയ ഭ്രഷ്ടാണ് സംഭവിച്ചത്, യോഗഭ്രഷ്ടനായല്ലോ ഞാനെന്ന്. ഉടനെ അദ്ദേഹം ഭാര്യമാരോട് പറഞ്ഞു, എൻ്റെ തപസ് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, നിങ്ങൾ എനിക്ക് അനുമതി തരണം എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ചപ്പോൾ 50 പേരും പറഞ്ഞു ഞങ്ങളും ഉണ്ട് എന്ന്. അങ്ങനെ 50 ഭാര്യമാരും അദ്ദേഹത്തിൻ്റെ കൂടെ വനത്തിലേക്ക് ചെന്നു. പിന്നീട് വളരെ കാലം, എന്തായാലും ഈ 50 ഭാര്യമാരെയും വെച്ച് അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നമുക്കറിയില്ല. അങ്ങനെയാണ് കഥ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യം ചിന്ത്യം അല്ലേ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹം ഈ 50 ഭാര്യമാരെയും വെച്ചിട്ട് അല്ലേ. ഒരു ആശ്രമത്തിൽ 10 ബ്രഹ്മചാരിമാരുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ് ഇല്ലേ. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ഒരു പ്രശ്നമില്ല. വേറെ പലയിടത്തും ഞാൻ പറയാ, തമ്മിൽ തല്ലും അടിയും ഈഗോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, മത്സരങ്ങളൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഇവിടെയും ആരംഭത്തിലൊക്കെ ഉണ്ടാവും. വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വാമിജിയുടെ സാമീപ്യം കൊണ്ട് എല്ലാം ശരിയായിക്കോളും അല്ലേ. വരുമ്പോൾ എല്ലാവരും ഒരുമാതിരി ഇരുന്നവർ തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും നല്ല പെർഫെക്റ്റായി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ യോഗഭ്രഷ്ടന്മാരെ ഇഷ്ടംപോലെ നമുക്ക് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. വഴിയിൽ വെച്ച് അവർ വഴിമാറിപ്പോകുന്നത്, കുറേ ദൂരം നേരായ വഴി തന്നെ പോണത്, പിന്നെ ഭ്രഷ്ട് സങ്കല്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള യോഗാചലിത മാനസഃ, ആ യോഗത്തിൽ നിന്ന് അന്ധകാലേ അഭി ചലിതം മാനസം മനോ യസ്യ, അവസാനത്ത് ചിലപ്പോൾ അല്ലേ അന്ത്യോളം വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടവിട്ടുടയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ജീവിതം മുഴുവൻ സാധനകൾക്ക് സമർപ്പിച്ച് ചിലപ്പോൾ അവസാന കാലത്തായിരിക്കും വേണ്ടാത്ത ബുദ്ധി തോന്നുക അല്ലേ. അപ്പം അങ്ങനെ വഴിതെറ്റിപ്പോകും. അങ്ങനെ ചലിത മാനസഃ, ആരുടെ മനസ്സാണോ ഇളകുന്നത്, ഭ്രഷ്ടസ്മൃതി എന്ന് അവിടെ പറയണം. ആ സ്മൃതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം ആർജിച്ച ആ ജ്ഞാനം, അതിൻ്റെ മഹത്വം എല്ലാം മറന്നുകൊണ്ട് സ്മൃതി നഷ്ടപ്പെട്ടവനായിട്ട് സഹ അപ്രാപ്യ യോഗ സംസിദ്ധിം, ആ യോഗത്തിൻ്റെ സംസിദ്ധി എന്താണ്? യോഗഫലം സമ്യക് ദർശനം. ആ സമ്യക് ദർശനമാകുന്ന ആത്മജ്ഞാനം നേടാതെ കാം ഗതിം ഹേ കൃഷ്ണ ഗച്ഛതി, ഏത് ഗതിയെയാണ് ഈ വ്യക്തി പ്രാപിക്കുന്നത്? ഇപ്പം അർജുനന് സ്വന്തം കാര്യത്തിലും ആ ഒരു ശങ്കയുണ്ട്. താൻ ഇനിയിപ്പോൾ ഇപ്പോഴുള്ളതെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പുറപ്പെട്ടാലും തനിക്ക് ഭ്രഷ്ട് വരുമോ എന്നുള്ള ശങ്ക തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ മനസ്സ് രജോ ഗുണം കൊണ്ട് ചഞ്ചലമാണ്, മൂഢമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ആ സംശയമുണ്ടാകുമെന്നുള്ളത് യാതൊരു ഇതും വേണ്ട. നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ് തുടക്കകാലത്ത് അല്ലേ. നമുക്കും ആരംഭകാലത്ത് ഈ സംശയമുണ്ടാകും. അപ്പോൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഗീത തന്നിട്ടുണ്ട് എന്ന് പറയുക. മുമ്പേ തന്നെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കർമ്മയോഗമാണ് അവിടെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഈ കർമ്മയോഗമാണെങ്കിലും നീ വേണ്ടതുപോലെ അനുഷ്ഠിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് ഒരു നഷ്ടമുണ്ടാവില്ല, അത് ലാഭമേ ഉള്ളൂ അല്ലേ. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ, അതിൽ അഭിക്രമനാശമോ പ്രത്യവായ ദോഷമോ ഉണ്ടാവുകയില്ല. ഇൻവെസ്റ്റ് ചെയ്തത് വെറുതെ ആവില്ല. വിതച്ച വിത്ത് നഷ്ടപ്പെട്ടു പോകില്ല.
എന്തായാലും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും എന്ന് പറയണം. അപ്പൊ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യമാണ് കച്ചിന്നോ ഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപഥീ. കച്ചിത് എന്നാൽ കിം കിം എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് കച്ചിത്. അപ്പോ ഉഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി കിം. ഉഭയവിഭ്രഷ്ടൻ, ഉഭയവിഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ കർമ്മ പ്രവൃത്തിധർമ്മം, മറ്റത് നിവൃത്തിധർമ്മം. അതവിടെ പറയേണ്ടത് ഉഭയവിഭ്രഷ്ട കർമ്മമാർഗാത് യോഗമാർഗാത് ച വിഭ്രഷ്ട. കർമ്മമാർഗത്തിൽ നിന്നും യോഗമാർഗത്തിൽ നിന്നും വിഭ്രഷ്ടനായിട്ടുള്ള ഒരാൾ, അയാള് ചിന്നാഭ്രം ഇവ നശ്യതി കിം വാ. ചിന്നാഭ്രം എന്ന് പറഞ്ഞാൽ അഭ്രം മേഘം, ചിന്നാഭ്രം ഛിന്ന ഭിന്നമായി പോകുന്ന മേഘം. അപ്പോൾ മേഘങ്ങൾ എല്ലാം ഒത്തുകൂടി ഇതപ്പോൾ മഴ പെയ്യാൻ പോണോ എന്ന് എല്ലാം കൂടി വരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ വലിയൊരു കാറ്റ് വന്ന് ആ മേഘങ്ങളെ, ഒത്തുകൂടിയ മേഘങ്ങളെയൊക്കെ അടിച്ചു തെറിപ്പിച്ച് ഛിന്ന ഭിന്നമാക്കിയാലോ ആ വന്ന മഴ ഏത് വഴിക്ക് പോയി എന്ന് തോന്നും, ഇല്ലേ? അതുപോലെ സാധന ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ദാ കിട്ടി, ദാ അനുഗ്രഹ വർഷം പെയ്യാൻ പോകുന്നു എന്നുള്ളതായിട്ടുള്ളൊരു ആ അടുത്തൊക്കെ എത്തും. അപ്പോഴാണ് പിന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ വഴിതെറ്റുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യാം. ആ സിദ്ധി ലഭിച്ചു എന്നുള്ള കൃതകൃത്യത ഇല്ലാതെ, ആ ആത്മജ്ഞാന നിഷ്ഠ ഇല്ലാതെ മരിച്ചും പോകാം. ചിലർക്ക് മരണസമയത്ത് ബുദ്ധിഭ്രമം ഉണ്ടാവാം. അങ്ങനെ എത്രയോ മഹാത്മാക്കൾക്ക് പോലും കാണപ്പെട്ടിട്ടുണ്ട്. വളരെ കാലം സാത്വികന്മാരായി സദാചാരനിരതന്മാരായി നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് അവസാന കാലത്ത് ചിലപ്പോൾ നമ്മൾ പറയാല്ലേ ചിഹ്നൻ ബാധിച്ചു എന്ന്, വയസ്സായി കഴിയുമ്പോൾ ചിഹ്നൻ ബാധിക്കുന്ന പോലെ ചില ഭ്രമങ്ങളൊക്കെ കാണുന്നുണ്ട്, ചിലർക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അവരുടേതായിട്ടുള്ള പക്വതയുടെ കുറവായിരിക്കാം, അവരുടെ തീവ്രമായിട്ടുള്ള സാധനകളുടെ ഫലം കിട്ടിയില്ല എന്നുള്ള അവരുടെ ഒരു തോന്നലായിരിക്കാം. അത് കൂടുതലും ഈ വേദാന്തം വേണ്ട പോലെ ഉറക്കാത്തവർക്കാണ്. വേദാന്ത ഉപനിഷത്ത് ജ്ഞാനം ഉറച്ചിട്ടുള്ളവർക്ക് അങ്ങനെ അധികം വരാറില്ല. മറ്റ് ഭക്തിമാർഗത്തിലും മറ്റ് യോഗമാർഗത്തിലും ഒക്കെ പോയിട്ട് പല സാധനകളും ചെയ്തിട്ട് അവർക്ക് ഉദ്ദേശിച്ചതായിട്ടുള്ള ഒരു തൃപ്തി കിട്ടാതാവുമ്പോൾ അവസാന കാലത്ത് ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ അന്ധകാലത്ത് മരണസമയം അടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഈ ഏകാഗ്രത നഷ്ടപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ഛിന്നാഭ്രമിവ മേഘം ഛിന്ന ഭിന്നമാകുന്നത് പോലെ നശ്യതീ കച്ചിത് നശിച്ചു പോകുമോ. അതായത് അപ്രതിഷ്ഠോ നിരാശ്രയോ, നിരാശ്രയനായിട്ട് ഒരിടത്തും പ്രതിഷ്ഠ കിട്ടാതെ, ഒന്നിലും ഉറപ്പ് കിട്ടാതെ, കോൺഫിഡൻസ് ഇല്ലാതെ എന്നർത്ഥം. അപ്പം നമുക്ക് ഇവിടെ സ്ഥിരം വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവില്ല. ഇവിടുന്ന് വേണ്ടത് കിട്ടും, ഉറപ്പാണ്. മറ്റുള്ളവർക്ക് നമ്മൾ വഴി കാണിക്കുകയാണ് വേണ്ടത്, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ നമ്മൾക്ക് ആത്മാ എന്നുള്ളത് എവിടെയെങ്കിലും പോയി പ്രാപിക്കേണ്ട ഒരു വിഷയമല്ല. നമ്മൾ ഓൾറെഡി അതാണ്, സിദ്ധവസ്തുവാണ്. ആ സിദ്ധവസ്തുവിനെ കുറിച്ചിട്ടുള്ള മറവ് നീക്കുക വേണ്ടു. നമ്മൾ അജ്ഞാനം കൊണ്ടുള്ള ആ മറവിനെ നീക്കുക വേണ്ടു. അതിവിടെ നമുക്ക് ഗീതയിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും മറ്റ് ആദിശങ്കര ഭഗവത്പാദരുടെ കൃതികളിൽ നിന്നും നല്ല വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഒന്നും പ്രാപിക്കേണ്ട ആവശ്യമില്ല, ഒന്നും കാണേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപം അത് സച്ചിദാനന്ദമാണ്. ആ സ്വരൂപത്തിലുള്ള നിഷ്ഠ ഉറയ്ക്കുകയേ വേണ്ടൂ. ബാഹ്യ അസത്തുക്കളായ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഭ്രമം ഒടുങ്ങുകയേ വേണ്ടൂ. ആ മനസ്സിന് ശാന്തി ഉണ്ടാവുകയേ വേണ്ടൂ. ശാന്തമായ മനസ്സിന് ഈ തത്വം നല്ലതുപോലെ പ്രകാശിക്കും. അപ്പോൾ മനസ്സിന് ശാന്തി ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? സങ്കല്പങ്ങളെ കൊണ്ടാണ് വിക്ഷേപം ഉണ്ടാകുന്നത്. അപ്പോൾ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? ഈ ലോകം നമ്മളെ ഭ്രമിപ്പിക്കുന്നത് കൊണ്ടാണ്, ഈ ലോകത്തിൽ മോഹമുണ്ടാവുന്നത് കൊണ്ടാണ്, ഇതൊക്കെ സുഖമുള്ളതാണ്, നല്ലതാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. അപ്പം അതിനെ നമ്മൾ വിചാരം ചെയ്ത്
അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ ഇനി 9-ാം അധ്യായത്തിൽ പറയും. അത് ഉറപ്പിക്കണം. ഈ ലോകം അനിത്യമാണ്, ഇതിന് സുഖം തരാനുള്ള കഴിവില്ല. സുഖം സബ്ജക്റ്റീവാണ്, അല്ലാതെ ഓബ്ജക്ട് സെൻറ്റേർഡ് അല്ല. വസ്തുനിഷ്ഠമല്ല സുഖം, ആത്മനിഷ്ഠമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. നമ്മൾ വസ്തുക്കൾക്ക് അങ്ങോട്ട് ശക്തി കൊടുക്കുകയാണ്. നമ്മളെ അല്ലേ ആക്രമിക്കുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് ശക്തി, ഏതുപോലെ ബാലിയെ പോലെ. ബാലിക്ക് അല്ലേ, ബാലിയെ ആരാക്രമിക്കുന്നുവോ അവരുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടൂത്രേ. അത് ഈ വിഷയങ്ങൾ തന്നെയാണ് ബാലി. നമ്മൾ അങ്ങോട്ട് ശക്തി കൊടുത്തിട്ടാണ് ഈ വിഷയങ്ങൾ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നത്, നമ്മളെ കീഴടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് വിഷയങ്ങൾക്ക് ശക്തി കൊടുക്കാതെ അഭ്യസിക്കണം. അതിനാണ് സങ്കല്പ പ്രഭവാൻ കാമാൻ എന്ന് പറഞ്ഞത്. ആ സങ്കല്പ പ്രഭവങ്ങളായ കാമങ്ങളെ മനസ്സിൽ അടക്കിക്കൊണ്ട് എന്ന് പറയുന്നത്. മറ്റത് ധ്യായതോ വിഷയാൻ പുംസഹ സംഘസ്തേഷു ഉപജായതേ എന്ന് വിപരീതഗതിയെ പറഞ്ഞു തന്നു. വിഷയങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും സങ്കല്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ സംഘമുണ്ടാകും. വിനശ്യതി, പടിക്കെട്ടിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പതിക്കും പോലെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കും എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിരാശ്രയനായിട്ട് ഒരിടത്തും ഒരു പിടിയുമില്ലാതെ ഹേ മഹാബാഹോ അർജുന, അല്ല ഭഗവാനെ, വിമൂഢഃ സന്ന് ബ്രഹ്മണഃ പതി ബ്രഹ്മപ്രാപ്തി മാർഗേ, ആ ബ്രഹ്മപ്രാപ്തി മാർഗത്തിൽ, സാധനാ മാർഗത്തിൽ മോഹിച്ചവനായിട്ട്, വിമൂഢനായിട്ട്. ആ മോഹമാണ്, ക്ലാരിറ്റി ഇല്ലായ്മയാണ് മോഹം. ഈ വിഷയത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് വിമൂഢഃ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കൊന്നും ആ വിമൂഢത്വം ഉണ്ടാവാതിരിക്കട്ടെ. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ ത്വതന്യ സംശയസ്യാസ്യ ചേത്താനഹ്യുപപദ്യതേ. ആ ചോദ്യങ്ങളെ കൺക്ലൂഡ് ചെയ്യണം ഈ ശ്ലോകത്തിൽ. എന്താണ്? ഹേ കൃഷ്ണ, ഏതത് മേ സംശയം ചേത്തുമർഹസി, ഈ എൻ്റെ സംശയത്തെ അങ്ങ് അശേഷതഃ ചേത്തുമർഹസി, പരിപൂർണമായിട്ട് ഛേദിച്ചു തരണം. ഇനി എൻ്റെ ഉള്ളിൽ സംശയ ലേശം പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. കാരണം ഉള്ളിൽ സംശയം ഉണ്ടെങ്കിൽ സംശയാത്മാ വിനശ്യതി. അപ്പോൾ എല്ലാ സംശയങ്ങളും തീർത്തു തരണം എന്നാണ്. ത്വതന്യ സംശയസ്യാസ്യ ചേത്താനഹ്യുപപദ്യതേ. ത്വതന്യഃ, അങ്ങയിൽ നിന്ന് അന്യനായിട്ട്, അസ്യ സംശയസ്യ ചേത്ത, ഈ സംശയത്തിന് ചേത്താവായി, ഇതിനെ നശിപ്പിക്കാൻ ശക്തനായിട്ട്, നഹി ഉപപദ്യത, ഞാൻ ആരെയും കാണുന്നില്ല. അദ്ദേഹം പഠിച്ച ഗുരുകുലത്തിലൊന്നും ഈ സംശയം വേണ്ട പോലെ ഛേദിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭഗവാൻ ഉപദേശിക്കേണ്ടി വന്നത്. മര്യാദയ്ക്കുള്ള ഗുരുകുലം ആയിരുന്നെങ്കിൽ അല്ലേ, ദ്രോണാചാര്യർ ഉപദേശിച്ചു കൊടുക്കേണ്ടതായിരുന്നു, കൃപാചാര്യർ ഉപദേശിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അവർക്ക് ച്യുതി പറ്റി. അത് കാലത്തിൻ്റെ പ്രശ്നമാണ്. മഹാഭാരതം എന്നുള്ളത് തന്നെ ആ കാലത്തിൽ സംഭവിച്ചതായിട്ടുള്ള ധർമ്മച്യുതിയുടെ ഒരു വലിയ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. അപ്പോൾ ദ്രോണൻ തൻ്റെ ധർമ്മത്തിൽ നിന്ന് താഴോട്ട് പോയ ആളാണ്. ദ്രുപദനോടുള്ള മത്സരം, പ്രതികാര ബുദ്ധി, ഇതൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അർജുനനെ പ്രിപ്പയർ ചെയ്യിച്ചത് ദ്രുപദനെ നേരിടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആത്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ടല്ല. തൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ദ്രോണൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ പറഞ്ഞ ഭീഷ്മ ദ്രോണ കൃപാദികൾക്കൊക്കെ വന്നു ചേർന്നു. അതിൻ്റെ ദുരന്തമാണ് മഹാഭാരത യുദ്ധം. അവർ മര്യാദക്കാരായിരുന്നെങ്കിൽ ഈ യുദ്ധമേ ഇല്ല. ആരെങ്കിലും ഒരാൾ ശരിയായ ധർമ്മം ഉപദേശിക്കാൻ മുന്നോട്ട് നിന്നിരുന്നെങ്കിൽ, ഈ അധർമ്മപക്ഷത്ത് നിൽക്കാതിരുന്നെങ്കിൽ ഈ മഹാഭാരത യുദ്ധം ഒഴിഞ്ഞു പോയേനെ. അപ്പം അന്നത്തെ കാലത്ത് ധർമ്മം തന്നെ ച്യുതി വന്നതുകൊണ്ടാണ് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭഗവാൻ തന്നെ സ്വയം അവതരിച്ച് ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഈ ഗീത ഉപദേശിച്ചു. പാണ്ഡവന്മാരെ നിമിത്തമാക്കിക്കൊണ്ട് അധർമ്മികളായ ആളുകളെ മുഴുവൻ നശിപ്പിച്ചു. എന്നിട്ട് ധർമ്മ സംസ്ഥാപനം ചെയ്തു. അപ്പോൾ ഭഗവാൻ ഉപദേശിക്ക് വന്നത് ഒരു മൂല്യച്യുതിയുടെ കാലമായതുകൊണ്ടാണ്. നല്ല ഗുരുക്കന്മാരുണ്ടായിരുന്നെങ്കിൽ സംശയം ഛേദിക്കാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു അല്ലേ. ആരിലും വിശ്വാസമില്ലാതായി. കാരണം ആരും തനിക്കിതൊന്നും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല.
അപ്പോൾ അസ്യ സംശയസ്യ ചേത ത്വതന്യ നഹി ഉപപദ്യതേ, വേറൊരാളെയും ഞാൻ കാണാനില്ല എന്നാ പറയണത്. അതിന് മറുപടിയാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. എനിക്ക് ഒരു ശ്ലോകേ തന്നിട്ടുള്ളൂ, ബാക്കി ശ്ലോകം പറയാനുള്ള ആൾ പുറകിലുണ്ട്, പിന്നീട് വരും. ശ്രീ ഭഗവാൻ ഉവാച, ചൊല്ലു. പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഒന്നിച്ച്. ശ്രീ ഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഭഗവാൻ അർജുനന് സംശയം തീർത്തു കൊടുക്കുകയാണ്. വിശദമായിട്ട് വരുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിലും. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഹേ പാർത്ഥ നയേവ ഇഹ ലോകേ ന അമുത്ര പരസ്മിൻ വാ ലോകേ വിനാശഃ തസ്യ വിദ്യതേ. അല്ലയോ പാർത്ഥ, ഇല്ല തന്നെ, നൈവ എന്നാ പറയണം. എന്തില്ല? ഇഹലോകേ ന അമുത്ര അഥവാ പരസ്മിൻ ലോകേ, ഈ ലോകത്തിലോ പരലോകത്തിലോ അവന് വിനാശം ഇല്ല. അപ്പൊ ഈ ലോകം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ലോകം, ഇപ്പൊ ഇരിക്കുന്ന ലോകം. പരത്ര അമുത്ര എന്നൊക്കെ പറഞ്ഞാൽ അൺസീൻ, പരോക്ഷമായിരിക്കുന്ന ഏതോ ലോകം. തീർച്ചയായിട്ടും ഇത് അവസാനത്തെ ലോകമൊന്നുമല്ല, ഇതോടുകൂടി ലോകാവസാനമല്ല. മന്ദബുദ്ധികൾക്കാണ് ഈ കാണുന്നത് മാത്രം സത്യം, ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ ലോകം. അവരെ പശുക്കൾ എന്നാ പറയുക, പശുബുദ്ധിയാണത്. ഈ കണ്ടത് മാത്രം സത്യം എന്ന് പറയുന്നത്. കാണാത്തതാണ് കൂടുതലുള്ളത്, അല്ലേ? കണ്ടത് വളരെ തുച്ഛം. കറ്റത് കൈമണ്ണളവ് കല്ലാതത് ഉലകളവ് എന്ന് തമിഴിൽ ഒരു ചൊല്ലുണ്ട്. കറ്റത് എന്ന് പറഞ്ഞാൽ പഠിച്ചത്, അറിഞ്ഞത്. കൈമണ്ണളവ് ഒരു മുഷ്ടി മണ്ണോളം, ഒരു പിടി മണ്ണോളം. കല്ലാതത് പഠിക്കാത്തത്, അറിയാത്തത്. ഉലകളവ് എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് കിടക്കണു എന്നറിയാം. അപ്പോൾ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. അപ്പോൾ ഏതൊക്കെ ലോകങ്ങളുണ്ട്, എവിടെ എന്തൊക്കെ ഉണ്ട്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ അങ്ങനെയൊന്നില്ലാന്ന് സ്ഥാപിക്കുന്നവർ അത്യന്ത മൂഢന്മാരാണെന്നേ പറയാനുള്ളൂ. അവർക്ക് വലിയ നമസ്കാരം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലേ? എല്ലാ മഹാത്മാക്കളും എന്താ പറയുക, പുനർജന്മത്തെ അംഗീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ലോകത്തിലും പരലോകത്തിലും അവന് വിനാശമില്ല. നാസ്തി നാശോ നാമ പൂർവസ്മാത് ഹീനജന്മപ്രാപ്തി സ യോഗഭ്രഷ്ടസ്യ നാസ്തി. പൂർവസ്മാത് ഹീനജന്മപ്രാപ്തി. പൂർവസ്മാത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ മുമ്പിലുള്ളതിനേക്കാൾ നീചമായിട്ടുള്ളൊരു ജന്മപ്രാപ്തി അല്ല അയാൾക്ക് ഉണ്ടാവുക. അയാൾക്ക് എന്തായാലും അപ്ഗ്രഡേഷനേ ഉള്ളൂ, ബെറ്റർമെൻറ്റേ ഉള്ളൂ. അയാൾ മുകളിലേക്കേ പോകുള്ളൂ, അയാൾ താഴോട്ട് പതിക്കില്ല എന്നർത്ഥം. അപ്പം ഇപ്പോൾ അദ്ദേഹം സാധന കൊണ്ട് എത്ര സംസ്കാരം നേടിയിട്ടുണ്ട്, ഏതൊരു ഉയരത്തിൽ എത്തിയിട്ടുണ്ടോ അവിടുന്ന് അദ്ദേഹത്തിന് പിന്നെ തുടരേണ്ടതുള്ളൂ, അല്ലേ? നിങ്ങളൊരു യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും എത്തി രാത്രി വിശ്രമിക്കാൻ ഉറങ്ങി, എന്നാൽ പിന്നെ രാവിലെ വീണ്ടും വീട്ടിൽ നിന്ന് പുറപ്പെടുവോ? നിങ്ങൾ എവിടെയാണ് രാത്രി ഉറങ്ങിയത് അവിടുന്ന് എണീച്ച് അടുത്ത യാത്ര തുടർന്നാൽ മതി, മുന്നോട്ട് പോയാൽ മതി. ഇതുപോലെയുള്ളൂ ഈ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ കാണാൻ കഴിയണം. ഇത്ര ലാഘവത്തോടെ കാണാൻ കഴിഞ്ഞാൽ മരണത്തെ നമുക്ക് ഭയമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക, കണ്ടം ചെയ്യാറായിട്ടുള്ള ശരീരം പോയി എനിക്ക് നല്ല ബെൻസ് കാറ് കിട്ടും, അല്ലേ? ഇപ്പോൾ ഉള്ളത് പഴയ 800 മാരുതി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കണു, കടപട കടപടാന്ന്. ഇത് വീണുപോയാലോ? എൻ്റെ ഇത്ര വരെയുള്ള ജീവിതം കൊണ്ട്, ഞാൻ ചെയ്ത പുണ്യങ്ങൾ കൊണ്ട് എനിക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഏതൊക്കെ കാറുകളാണുള്ളത് അത് കിട്ടും. ഏതാണെങ്കിലും ഓരോരുത്തർക്ക് ഏതാ ഇഷ്ടച്ച അതെടുത്തോളൂ. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ മരണത്തെ റെഡിയായിരിക്കേണ്ടത്. പ്രിപ്പയർഡായിരിക്കണം നമ്മൾ. നമ്മുടെ ഇവിടെ വരുന്ന
എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന സദാനന്ദ സരസ്വതി സ്വാമികൾ, അദ്ദേഹം ഈ വർഷം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. 90-ാം വയസ്സിൽ അദ്ദേഹം സമാധിയായി. കഴിഞ്ഞ മെയ് മാസത്തിലാണ് പാലക്കാട് കോങ്ങാട് വെച്ച് സമാധിയായത്. അപ്പം അദ്ദേഹം എപ്പോഴും ഞങ്ങളോടൊക്കെ പറയും, എൻ്റെ ബസ്സിന് കാത്തിരിക്കുകയാണ് ഞാൻ എന്ന്, എൻ്റെ അടുത്ത ബസ് വരാൻ കാത്തിരിക്കുകയാണ് എന്ന്. അപ്പോൾ റെഡിയാണ്, ഞാൻ പാക്ക്ഡാണ്, എനിക്ക് പരിഭ്രമമൊന്നുമില്ല. അല്ലേ? നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു യാത്ര പുറത്തേക്ക് വിളിച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. വീട്ടിൽ എന്താ പറയുക, പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്, മറ്റേ വെള്ളത്തിൻ്റെ മോട്ടർ ഇട്ടിട്ടുണ്ട്, ഗ്യാസ് തുറന്നു വെച്ചിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്, പലയിടത്തും പല പരിപാടികളും തുറന്നിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് വേണ്ടേ, എല്ലാം പണി പൂർത്തിയാക്കിയിട്ട് വേണ്ടേ ഇറങ്ങി ഓടാൻ? അല്ലേ? അത്രയും തിരക്കാണ് നമുക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇല്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞാൽ യമൻ പോകുമോ? നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേന്ന്, അല്ലേ? സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. ആ കാലൻ വന്ന് മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും രക്ഷയൊന്നുമില്ല. മൂപ്പര് നടക്കെ പോവാന്ന് പറയും. അദ്ദേഹത്തിന് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം മൃത്യുർധാവതി പഞ്ചമഹ എന്നാണ് വേദം പറയുന്നത്. ഓടി നടന്നാണ് ആ മൃത്യുദേവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും കളയാനില്ല. അദ്ദേഹമാണ് എപ്പോഴും പ്രോംപ്റ്റ്, എല്ലായിടത്തും പ്രോംപ്റ്റായിട്ട് എത്തുന്ന ആള് ആ മൃത്യുദേവനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡായിരുന്നാൽ വേദന ഉണ്ടാവില്ല. വേഗം എന്നാ പൂവ് എന്നെ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ പറഞ്ഞത് വിനാശസ്തസ്യ വിദ്യതേ. അപ്പോൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും യോഗമാർഗത്തിൽ ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും വിനാശം ഇല്ല, ഹീനജന്മപ്രാപ്തി ഇല്ല. നഹി യസ്മാത് കല്യാണകൃത് ശുഭകൃത് കശ്ചിത് ദുർഗതിം കുൽസിതാം ഗതിം ഹേ താത തനോതി ആത്മാനം പുത്രരൂപേണ ഇതി പിതാ താത ഉച്യത്തെ പിതാ ഏവ പുത്ര ഇതി പുത്രഃ അപി താത ഉച്യത്തെ ശിഷ്യഃ അപി പുത്ര ഉച്യത്തെ ഗച്ഛതി. അപ്പോൾ ഇവിടെ കല്യാണകൃത്ത് എന്ന് പറഞ്ഞാൽ ശുഭകൃത്ത്, അല്ലാതെ കല്യാണം കഴിച്ചവരൊന്നും ദുർഗതിയെ പ്രാപിക്കില്ല എന്നല്ല. തീർച്ചയായിട്ടും കല്യാണമാണെങ്കിൽ ദുർഗതിയെ പ്രാപിക്കില്ല. കല്യാണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞാൽ പറയണു കല്യാണം കഴിഞ്ഞു. കല്യാണം തുടങ്ങണേ ഉള്ളൂ. കല്യാണത്തിൻ്റെ ഇനോഗ്രേഷനാണ് കഴിഞ്ഞത്. ഇനി വേണം കല്യാണം. എന്താ കല്യാണം? ധർമാനുഷ്ഠാനം കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് സപ്തപതി എന്നൊരു ചടങ്ങുണ്ട് വിവാഹത്തിൽ, അല്ലേ? 7 കാലുകൾ എടുത്ത് വയ്ക്കുക. 7 ഭാര്യയുടെ കാല് പിടിച്ചിട്ട്, വധുവിൻ്റെ കാല് പിടിച്ചിട്ട് വരൻ 7 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും. 7 സപ്തപതി എന്ന് പറയുക. അതിന് എന്താ അത്? 7 ലോകങ്ങളിലേക്ക്, ഊർധ്വലോകങ്ങളിലേക്ക് നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. നമുക്ക് ഉയർന്നുയർന്ന് 7 ലോകങ്ങളിലേക്കും പോകാം എന്നുള്ള ആ ഒരു സങ്കല്പം ചെയ്യണം അവിടുന്ന്. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ അശ്മാരോഹണം എന്ന് പറഞ്ഞിട്ട് അമ്മി മെതിക്കുക എന്ന് ചടങ്ങുണ്ട്. കല്ലിൻ്റെ മുകളിൽ കാല് വെക്കുക. ആ കല്ലിൻ്റെ മുകളിൽ കാല് വെക്കുന്നത് എന്തിനാണ്? അതൊരു ദൃഢതയുള്ള സാധനമാണ് കല്ല്. അപ്പം ധർമ്മമാണ് ദൃഢമായിട്ടുള്ള കാര്യം. അപ്പം ആ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും. അല്ലാതെ ചഞ്ചലമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇതാവില്ല. നമ്മൾ രണ്ടുപേരും ധർമ്മത്തിൽ ഉറച്ച് 7 ലോകങ്ങളെയും പ്രാപിക്കും, എല്ലാ ഗതികളെയും സദ്ഗതികളെയും പ്രാപിക്കും എന്നുള്ള ഒരു ആരംഭമാണ് ആ കല്യാണ ചടങ്ങുകൾ. അത് കഴിഞ്ഞിട്ട് വേണം കല്യാണം തുടങ്ങാൻ. അപ്പം നമ്മൾ വിവാഹം എന്നുള്ള ആ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്. അതോടുകൂടി അവരുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ അല്ലേ? ഹസ്ബൻഡ് എന്ന് പറയുന്നതിന് ഹിന്ദിക്കാർ തമാശയായിട്ട് പറയും ഹസ്ന ബന്ദ് ഹെ. ചിരിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അവൻ ഹസ്ബൻഡായി. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവന് ചിരിക്കാൻ പറ്റില്ല എന്ന. അങ്ങനെ ആവരുത്. രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെയും ധാരണയോടെയും സത്യസന്ധമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് എന്താണ് ധർമ്മമെന്ന് അറിഞ്ഞാലേ രണ്ടുപേർക്കും ഒരു വഴിക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റത് ഒരാൾ മറ്റൊരു വഴിക്ക് വലിക്കും, ഒരാൾ വേറൊരു വഴിക്ക് വലിക്കും. ആ 2 വഴിക്ക് വലിക്കുന്നതാണ് പ്രശ്നം.
നേരത്തെ കുട്ടികളായിരിക്കുമ്പോൾ രണ്ടുപേർക്കും ലക്ഷ്യം ഒന്നാണെന്ന് അച്ഛനമ്മമാർ കാണിച്ചു കൊടുത്തിരുന്നെങ്കിലോ? അതില്ല. അപ്പൊ കുട്ടിക്കാലത്തെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോഡശ സംസ്കാരങ്ങളൊക്കെ. 16 ജീവിത ഘട്ടങ്ങളിൽ ടേണിംഗ് പോയിന്റ്സ് ആണ്. നമ്മൾ എവിടേക്ക് തിരിയണം എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ അറിവുള്ള ഗുരുക്കന്മാർ നമ്മളെ ഇവിടേക്കാണ് തിരിയേണ്ടത്, ഈശ്വരനിലേക്കാണ് തിരിയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചടങ്ങുകളെയാണ് ഷോഡശ സംസ്കാരങ്ങൾ, 16 സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ വഴിതിരിച്ചു വിടുന്നത്. അപ്പം ഇങ്ങനെയുള്ള സദാചാരത്തോടെ ജീവിക്കുകയും ചെയ്യേണ്ട ധർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് ചിത്തശുദ്ധി നേടിയ ഒരാൾ ആധ്യാത്മിക മാർഗത്തിൽ, യോഗമാർഗത്തിൽ പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് കല്യാണകൃത്ത്. ആ കല്യാണകൃത്ത്, കല്യാണം ചെയ്തവൻ, മംഗളകർമ്മം ചെയ്തവൻ ദുർഗതിം ന ഗച്ഛതി എന്നർത്ഥം. അവൻ ദുർഗതിയെ പ്രാപിക്കുന്നില്ല. ഇവിടെ താതാ എന്നാ വിളിക്കണത് ആര്? ഭഗവാൻ അർജുനനെ മോനേന വിളിക്കുന്നതിൻ്റെ അർത്ഥം. ശിഷ്യനെയും താതാ എന്ന് വിളിക്കും, അല്ലേ? വാത്സല്യമുള്ള ഗുരുക്കന്മാര് മക്കളേന്ന് തന്നെയാണ് ശിഷ്യരെ വിളിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ താതാ എന്നുള്ളത് ആത്മാനം തനുതേ, തന്നെ തന്നെ വിസ്തരിക്കുന്നു. അപ്പോ മകനെ വിസ്തരിച്ചതും ആരാ? അച്ഛൻ. അതുകൊണ്ട് അച്ഛന് താതൻ. മകനെ വിസ്തരിച്ചത് അച്ഛനായതുകൊണ്ട്, അല്ല, അച്ഛൻ്റെ വിസ്താരമാണ് മകൻ എന്നതുകൊണ്ട് മകനും താതശബ്ദം. അങ്ങനെ രണ്ടുപേരും താത എന്ന് വിളിക്കാവുന്നതാണ്. അതുപോലെ ശിഷ്യന്മാരെ താത എന്ന് വിളിക്കാവുന്നതാണ്. വാത്സല്യമാണ് അവിടെ പ്രകടമാകുന്നത്. എന്താ പറയുക, താതാത്മ്യം അല്ലെങ്കിൽ ഐക്യം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ മകൻ എന്നാണ് അച്ഛൻ കരുതുന്നത്. തൻ്റെ വിസ്താരമാണ്, തൻ്റെ എക്സ്റ്റൻഷനാണ് തൻ്റെ സന്തതി. സന്തതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും സമ്യക് തനോതി, തന്നെ തന്നെ വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാലത്തിലും ദേശത്തിലും ഇല്ലാത്തടത്ത്, എനിക്ക് എത്താൻ പറ്റാത്തടത്ത് എൻ്റെ കാലശേഷവും എക്സ്റ്റെൻഡഡ് ആയിരിക്കണം. ഞാൻ എത്താൻ പറ്റാത്ത സ്ഥാനങ്ങളിലൊക്കെ എൻ്റെ മകൻ എത്തണം. ഞാൻ ഡോക്ടറായില്ല, മകൻ ഡോക്ടറാവണം. എൻ്റെ സ്വപ്നങ്ങൾ മകനിലൂടെ സാക്ഷാത്കരിക്കുക, അല്ലേ? അതാണ് അച്ഛന്മാരുടെ സ്വഭാവം. അപ്പോൾ തൻ്റെ തന്നെ എക്സ്റ്റൻഷനായിട്ട് ഒരു എന്താ പറയുക, ആത്മനിർവൃതി അടയുകയാണ്. മകൻ്റെ അച്ചീവ്മെൻറ്റ്സൊക്കെ അച്ഛന് നിർവൃതിയാണ്. ഞാൻ ചെയ്തതുപോലെ സ്വയം പാറ്റിയും വെൽ ഡൺ, വെൽ ഡൺ, നല്ല മകനെ ജനിപ്പിച്ചു. അങ്ങനെ പറയാറാവണം എല്ലാവരും. നിങ്ങൾ അച്ഛനമ്മമാരും നല്ല മക്കളെ ജനിപ്പിച്ച് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാറാവണം. മക്കളും അതുപോലെ അച്ഛനമ്മമാർക്ക് അഭിമാനമായി മാറണം. അതിനാണ് നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ധർമ്മങ്ങൾ അറിഞ്ഞ് ജീവിക്കണം. അപ്പം മാത്രമേ ആ ഒരു ഇതുണ്ടാവുള്ളൂ എന്നറിയാം. അപ്പോൾ ഇവിടെ ഭഗവാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ പോവുകയാണ്. എന്ത് ഗതിയാണ് പ്രാപിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ഹേ അർജുന, ബഹൂനി മേ വ്യതീതാനി ജന്മാനി, എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. തവച അർജുന, നിനക്കും, നീയും ഞാനും ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. താനി അഹം വേദ, അതെല്ലാം എനിക്കറിയാം. നത്വം വേത്ത, പക്ഷെ നിനക്കതറിയാനുള്ള കഴിവില്ല. നിന്റെ ജ്ഞാനം ആവൃതമാണ്, അല്ലേ? രജോ ഗുണം തമോ ഗുണം കൊണ്ട് ആവൃതമായതുകൊണ്ട് നിനക്കത് കാണാൻ കഴിയുന്നില്ല. ഞാൻ അച്യുതനായതുകൊണ്ട്, ശുദ്ധ സത്വമൂർത്തിയായതുകൊണ്ട് എനിക്കെല്ലാം കാണാം. ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എല്ലാം കാണാം. അപ്പോൾ ജന്മങ്ങൾ മുമ്പും കഴിഞ്ഞു, ഇനിയും ജന്മങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ഭഗവാൻ അർജുനനോട് എന്താണ് ഇനി അപ്പുറം, പരലോകത്തെന്താണ്, നമ്മൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ എന്താണ്, മരണശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യൻ സത്കർമ്മങ്ങൾ ചെയ്ത് അവനിവിടെ പാതിയിൽ അവൻ്റെ ലക്ഷ്യം പ്രാപിക്കാതെ, മുക്തി പ്രാപിക്കാതെ പാതിയിൽ വെച്ച് മരിച്ചു പോയാൽ, യോഗഭ്രഷ്ടനായാൽ അവൻ എന്താണ് ഗതി എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഭഗവാൻ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുന്നു. അത് ഇനി വരുന്ന ആചാര്യന്മാർ കൂടുതൽ വ്യക്തമാക്കും. അവർക്കും, അല്ലേ, അവരുടെ അധികാരത്തിൽ കയറി ഞാൻ കൈകടത്താൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ
സമർപ്പിക്കുകയാണ്. സമയവുമായി തോന്നുന്നു അല്ലേ? സമയമായോ? ശരിയല്ലേ? കറക്റ്റ് അല്ലേ? 5 മിനിറ്റ് കൂടിയുണ്ട്. സാരമില്ല, നമുക്ക് നിങ്ങൾക്ക് ബ്രേക്ക് തരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പം എല്ലാവരെയും വീണ്ടും കണ്ടതിലുള്ള അതിയായ സന്തോഷത്തോടെ എല്ലാവരെയും സ്നേഹപൂർവ്വം നമസ്കരിക്കുന്നു. ഇനിയും കാണാം നമുക്ക്. ഹരി ഓം.